ജൈനമ്മ തിരോധാന കേസിൽ നിർണായക തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. സീരിയൽ കില്ലർ എന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യനെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് ശരീരഭാഗങ്ങൾ അടക്കമുള്ള തെളിവുകൾ കിട്ടിയത്. കിട്ടിയ തെളിവുകളിൽ DNA പരിശോധന നടത്തും. കേസുമായി പ്രതി സഹകരിക്കുന്നില്ല എന്ന് പോലീസ് അറിയിച്ചു. ചേർത്തല സ്വദേശികളായ ബിന്ദു പത്മനാഭൻ, ഹൈറുമ എന്ന ഐഷ, ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ എന്നീ സ്ത്രീകളുടെ തിരോധാനത്തിലാണ് സെബാസ്റ്റ്യൻ സംശയനിഴലിലായത്. കാണാതായ സ്ത്രീകളുമായി സെബാസ്റ്റ്യന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിലാണ് സെബാസ്റ്റ്യൻ അറസ്റ്റിലായത്. ജൈനമ്മയുടെ മൊബൈൽ ഫോൺ സിഗ്നലുകൾ ഏറ്റവും ഒടുവിൽ ദൃശ്യമായത് പള്ളിപ്പുറത്തായിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സെബാസ്റ്റ്യൻ പിടിയിലായത്. ജൈനമ്മയുടേതെന്ന് കരുതുന്ന ശരീരാവശിഷ്ടങ്ങളും കഴിഞ്ഞ തിങ്കളാഴ്ച സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന് സമീപത്തു നിന്നാണ് ഇന്ന് നടന്ന തെരച്ചിലിലും അസ്ഥികഷ്ണങ്ങൾ കണ്ടെത്തിയത്. വീടിനുള്ളിൽ നിന്ന് രക്തക്കറയും കണ്ടെത്തി. കുളം വറ്റിച്ചുള്ള പരിശോധനയിൽ വസ്ത്രത്തിന്റെ ഭാഗങ്ങൾ, കൊന്ത, ലേഡീസ് ബാഗ് എന്നിവയും ലഭിച്ചു. ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്ന കെഡാവർ നായയുടെ സഹായവും സെൻസർ ഘടിപ്പിച്ച ഉപകരണങ്ങളും ഉപയോഗിച്ചാണ് അന്വേഷണം നടന്നത്. എന്നാൽ അന്വേഷണവുമായി സെബാസ്റ്റ്യൻ സഹകരിക്കുന്നില്ല എന്നത് അന്വേഷണ സംഘത്തെ ഏറെ വലയ്ക്കുന്നുണ്ട്. അതേസമയം വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിൽ ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടാവണമെന്നാണ് ബിന്ദു തിരോധാന കേസ് ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യം. നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ സെബാസ്റ്റ്യനുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ബിന്ദു പത്മനാഭൻ, ഐഷ, ഏറ്റവും അവസാനത്തെ ജൈനമ്മ. ഈ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കോട്ടയം ക്രൈംബ്രാഞ്ചാണ്. ആലപ്പുഴയിൽ ബിന്ദു പത്മനാഭൻ്റെ അന്വേഷണം നടക്കുന്നത് ആലപ്പുഴയിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ച് ടീമാണ്. അപ്പോൾ ഇതിനൊരു ഏകീകരണ സ്വഭാവം വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങളും മറ്റു വസ്തുക്കളും ആരുടേതാണെന്ന് തെളിയുമ്പോൾ മാത്രമേ കേസിൽ കൂടുതൽ വഴിത്തിരിവുകൾ ഉണ്ടാകൂ. കാണാതായ ഐഷയുടെയും ജൈനമ്മയുടെയും അടുത്ത ബന്ധുക്കളുടെ DNA സാമ്പിളുകൾ ഇതിനായി പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതേസമയം സെബാസ്റ്റ്യൻ സീരിയൽ കില്ലറാണെന്ന സംശയം ശക്തമാണ്. കാണാതായ 3 സ്ത്രീകളുടെയും തിരോധാനത്തിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഇത് സാധൂകരിക്കാൻ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ കൂടി ആവശ്യമാണ്. അതിനാൽ തന്നെ ജൈനമ്മയുടെ തിരോധാന കേസിന്റെ അന്വേഷണത്തിനൊപ്പം മറ്റ് 2 കേസിലെയും സെബാസ്റ്റ്യന്റെ പങ്ക് തെളിയിക്കാനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ശ്രമം. അമൃത ന്യൂസ്, ആലപ്പുഴ.